Hi friends, welcome to Afiya's world. ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് എടുക്കണമെങ്കിൽ 8 എണ്ണം വരെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് എടുക്കരുത്. 6 അല്ലി 8 അല്ലി അതിൽ കൂടാൻ പാടില്ല. കുറച്ച് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. ഇനി വേപ്പിൻ്റെ ഇല ഇടുക, വറ്റൽമുളക് ഇടുക. ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ തക്കാളിയാണ്, ഒരു 3 പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 3 മിനിറ്റ് വഴറ്റിയാൽ മതി. ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ കുതിർത്ത് വെച്ച പുളി അത് ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 250 ml 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും കുരുമുളകും വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ഈ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ള് കായപ്പൊടി. വെളുത്തുള്ളി കൂടുതൽ ചതയാൻ പാടില്ല കേട്ടോ. കൂടുതൽ ചതഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഭയങ്കര കുത്തലാവും. കുറച്ച് ചതച്ചെടുത്താൽ മതി. ഇനി തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇനി 3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് അങ്ങനെ വെക്കുക, തീ ഓഫ് ചെയ്തിട്ട്. ഈ രസം ഒരുപാട് തിളക്കാൻ പാടില്ല. ഇതൊരുപാട് തിളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. തിളച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ നോക്കണം. ഇനി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം.